ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് ഓവൻ ഇല്ലാതെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം അതിന് വേണ്ടിയുള്ള ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഡാർക്ക് കൊക്കോ പൗഡറാണ്. കേക്കിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം ഡ്രൈ ആയിരിക്കണം. അതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. ആദ്യം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചതെല്ലാം കൂടെ എല്ലായിടത്തും സ്പ്രെഡ് ആവും. അതുകൊണ്ട് ആദ്യം ലോ സ്പീഡിലും പിന്നീട് നമ്മൾ ഹൈ സ്പീഡിലേക്ക് വിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് പതങ്ങി വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയുടെ കളറൊക്കെ മാറി നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ബീറ്റർ മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം അധികം മിക്സ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയിട്ട് പതുക്കെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ കുറേശ്ശെയിട്ട് എല്ലാ മാവും ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ബാക്കിയുള്ള പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു 7 ഇഞ്ചിൻ്റെ പാൻ എടുത്ത് മുകളിലും താഴെയായിട്ട് ബട്ടർ പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിലുള്ള എയർ ബബിൾസ് എല്ലാം പോകാനായിട്ട് നമുക്ക് 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കാം. കേക്ക് ഞാൻ ബേക്ക് ചെയ്യുന്നത് സ്റ്റൗവിൽ വെച്ചാണ്. അതിനായിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്ത് ഒരു 5 മിനിറ്റ് മുമ്പ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. പാത്രത്തിനടിയിലായിട്ട് ഒരു റിങ്ങോ ഒരു പ്ലേറ്റോ വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. മൂടി വെച്ച് 30 മുതൽ 35 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കേക്കിന് ഞാൻ ഒരു 3 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഐസിങ് ചെയ്യാനായിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഒരു 1 kg കേക്കാണ് ചെയ്യുന്നത്. അതിനായിട്ട് കേക്ക് ബോർഡ് ആദ്യം നമുക്കൊരു 10 ഇഞ്ചിൻ്റെ എടുക്കാം. അതിലേക്ക് കുറച്ച് ബീറ്റ് ചെയ്ത് ക്രീം തേച്ച് കൊടുക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കേക്കുകളെല്ലാം ഞാൻ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതിന് 1/2 കപ്പ് പഞ്ചസാര എടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്താൽ മതി. ഫസ്റ്റ് ലെയറിന് മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ ആകുന്നത് വരെ ലെവൽ ചെയ്തെടുക്കാം. സൈഡ് അതുപോലെ നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് കോമ്പൗണ്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് സെക്കൻഡ് ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് ക്രീം ഇട്ട് എല്ലാ സൈഡിലേക്കും നമുക്ക് സ്പ്രെഡ് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാം. ഓരോ ലെയർ ചെയ്ത് കഴിയുമ്പോഴും സൈഡിൽ കുറച്ച് ക്രീം തേച്ചതിന് ശേഷം ഇതുപോലെ ലെവലാക്കി കൊടുക്കണം. ഇതിന് മുകളിലായിട്ട് നമുക്ക് 3ാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. എല്ലാ ലെയറുകളും നേരത്തെ തന്നെ ഞാൻ ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. മുകൾ വശവും സൈഡും എല്ലാം നമുക്കിതുപോലെ നന്നായിട്ട് ലെവൽ ചെയ്ത് ക്രം കോട്ട് ചെയ്ത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് കേക്കിന് മുകളിലായിട്ട് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം. സൈഡിൽ ഇതുപോലെ കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. കേക്കിൻ്റെ സൈഡിൽ ക്രീം സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പാലറ്റ് നൈഫ് ഒരിക്കലും ഡയറക്റ്റ് ടച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ക്രംസ് എല്ലാം കൂടെ ക്രീമിനകത്തേക്ക് മിക്സായി വരും. പാലറ്റ് നൈഫ് ഉപയോഗിച്ച് തന്നെ എല്ലാ വശത്തേക്കും ക്രീം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് ഒന്ന് ലെവലാക്കാൻ വേണ്ടി നമുക്ക് സ്ക്രാപ്പർ ഉപയോഗിക്കാം. കേക്കിൻ്റെ ഏതെങ്കിലും ഭാഗം ലെവലല്ല എന്ന് തോന്നുവാണെങ്കിൽ ലെവലല്ലാത്ത ഭാഗത്തെല്ലാം നമുക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് സ്ക്രാപ്പർ ഉപയോഗിച്ച് സൈഡെല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കാം. മുകളിലുള്ള എക്സസ് ആയിട്ടുള്ള ക്രീമെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. കേക്ക് ബോർഡ് നമുക്ക് ക്ലീൻ ആക്കി എടുക്കണം. നമ്മളായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ചെയ്യുന്നതെങ്കിൽ കേക്കിൻ്റെ സൈഡിൽ ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് വെച്ച് കൊടുക്കണം. ഈ കേക്കിൽ ഞാൻ ചെറിയ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് താഴെ
ബ്ലൂ കളറിലുള്ള കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. നമുക്കൊരു സ്ക്രാപ്പർ ഉപയോഗിച്ച് സൈഡെല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കാം. സൈഡെല്ലാം ലെവലായി വന്നിട്ടുണ്ട്. ഇനി മുകൾ വശം കൂടെ നമുക്ക് ലെവലാക്കി എടുക്കണം. ഒരു 6 ആർക്ക് ഡിസൈനാണ് ഞാൻ കൊടുക്കുന്നത്. നമ്മൾ ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് പാലറ്റ് നൈഫും കൂടെ മൂവ് ചെയ്ത് കൊടുത്താൽ മതി. മുകളിൽ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ കുറച്ച് എഡിബിളായിട്ടുള്ള ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 കളറിലാണ് കൊടുത്തിരിക്കുന്നത്, ബ്ലൂവും സിൽവറും. അങ്ങനെ നമ്മുടെ കേക്ക് തയ്യാറായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.